സുസുക്കി ആക്സസ് 125 സ്പെഷ്യൽ എഡിറ്റേഷൻ 2022 മോഡൽ വണ്ടിൻ്റെ ഒരു ചെറിയ യൂസർ റിവ്യൂ ആണ്. ആക്സസ് 125 എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മയാവും സുസുക്കി ആക്സസ് 125 എങ്ങനെ എത്ര സൂപ്പറായേ. കുറച്ചേ കുടിക്കൂ. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവാതിരിക്കും. വണ്ടിനെ പറ്റി കുറേ അറിവുള്ള ആളൊന്നുമല്ല. കണ്ടിട്ട് എൻ്റെ മാതിരിക്ക് തന്നെയാണ് നിങ്ങൾക്കും ഉള്ള എക്സ്പീരിയൻസ് എന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാം. ഈ ഒരു വണ്ടി ഞാൻ എടുത്തത് 12/11/2022 ആ ഒരു സമയത്ത് വണ്ടി എടുക്കുന്ന ടൈമിൽ ഈ ഒരു വണ്ടി റയറായിട്ടാണ് കാണാണ്ടായിരുന്നു. ഇപ്പോൾ 10 ആക്സസ് ഉള്ളിടത്ത് ഒന്നൊക്കെ ഇങ്ങനത്തെ ഒരു കളർ കാണുള്ളൂ. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ മലപ്പുറം ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ മത്തി പോലെ ആയിക്കണം. ഓരോ അങ്ങാടിയിലും 10 വണ്ടിയുള്ളിടത്ത് ഏകദേശം 6 വണ്ടിയോളം ഈ കളറും ഈ ഒരു മോഡലും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇട്ട്. ഞാൻ ഈ വണ്ടി എടുത്തത് തിരൂര് മൂച്ചിക്കലുള്ള സുസുക്കിൻ്റെ ഷോറൂമിൽ നിന്നാണ്. എനിക്ക് തോന്നിയത് അവിടുത്തെ സർവീസ് ഭയങ്കര മോശമായിട്ടാണ്. മോശം എന്ന് പറഞ്ഞാൽ അവരെ വർക്ക് കാര്യങ്ങൾ മാത്രമല്ല, അതായത് കസ്റ്റമറിനോട് പെരുമാറുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അവിടുന്ന് ഒരുപാട് വണ്ടി സെയിലാവുന്നുണ്ട്. പക്ഷേ ആ ഒരു വണ്ടികളൊക്കെ ഒരുമിച്ച് അവരുടെ അടുത്തേക്ക് സർവീസിന് വരുമ്പോൾ അവർ നമ്മളോട് കാണിക്കുന്ന ഒരു കൺസെപ്റ്റിൽ വ്യത്യാസമുള്ള മാതിരിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് മാത്രമാണോ എന്നറിയില്ല, വേറെ ആരെങ്കിലും തിരൂർ ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറയാം. പിന്നെ ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ എൻ്റെ വണ്ടീൻ്റെ ഏകദേശം കഴിഞ്ഞ്. ഇപ്പോൾ പെയ്ഡ് സർവീസാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും കംപ്ലൈൻ്റായിട്ട് വന്നിട്ടുള്ളത് സെൻസറിൻ്റെ പ്രശ്നവും ബാറ്ററീൻ്റെ പ്രശ്നവും. അവിടെ ഒരു ഒട്ടുമിക്ക വരുന്ന ആക്സസിൻ്റെ പ്രശ്നവും ഇതാണ്. അപ്പോൾ ഈ വണ്ടി എടുക്കുന്ന ആൾക്കാരൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് വീണിരുന്നു. അപ്പോൾ അതിൽ ഇതിൻ്റെ അടിയിൽ വരുന്നൊരു കവറുണ്ട്, അത് പൊട്ടിയിരുന്നു. അതിനപ്പോൾ എടുത്ത് മാറ്റിച്ച്. പിന്നെ ഡിസ്കിന് ചെറുതായിട്ടൊരു പ്രോബ്ലം വന്നു. അത് വീണിട്ടല്ല, അതല്ലാതെ തന്നെ വന്നത്. ഡിസ്കിന് ഭയങ്കര സൗണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഷോറൂമിൽ പോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞത് ഡിസ്കിൻ്റെ ഇത് പാഡ് മാറ്റണം എന്നൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു കംപ്ലൈൻറ്റിൻ്റെ മെയിനായിട്ട് ബാറ്ററി പോവലും പിന്നെ സെൻസറിൻ്റെ കംപ്ലൈൻറ്റും, അങ്ങനെ അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടിയിരുന്നു. അതാണ് മെയിനായിട്ട് ഈ മോഡലിൽ ആക്സസിന് വരുന്ന എല്ലാവർക്കും. എന്നോട് ആരെങ്കിലും വന്നിട്ട് ആക്സസ് എങ്ങനെ ഉണ്ട് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് പറയല അതാണ്. അവിടെ വന്നിട്ടുള്ള കൂടുതൽ വണ്ടിക്കും സെൻസറും ബാറ്ററിയും ഭയങ്കര കംപ്ലൈൻറ്റാണ്. നടുറോട്ടിലൊക്കെ ഇടുന്നുണ്ട് കിക്കർ അടിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പുതിയ വണ്ടി എടുത്തിട്ട് നടുറോട്ടിലിരുന്ന് കിക്കർ അടിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ സെൽഫ് പോയിട്ട് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് കിക്കർ അടിക്കുക, ഡബിൾ സ്റ്റാൻഡേർഡ് കിക്കർ അടിക്കുക, ഇതന്നെയാണ് ഒരു ടൈമിൽ പണി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ മൈലേജ് കമ്പനി പറഞ്ഞത് 60-64 പറയുന്നത്. പക്ഷേ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒരു 48-49 കിട്ടുന്നുണ്ട്. കറക്റ്റ് എക്കണോമി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 കിട്ടും. അതിൽ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടില്ല. വേറെ ആർക്കെങ്കിലും കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഇതിൽ എനിക്ക് തോന്നിയൊരു ഇത് എന്താ വെച്ചാൽ എൻ്റെ വണ്ടീൻ്റെ പ്രശ്നം കേട്ടോ. ഈ എണ്ണ അടിക്കണ ആ ഒരു സംഭവം അടപ്പ് ഊരുമ്പോൾ അടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ പക്കയാണ്. വണ്ടി ഓടിക്കാനും സ്മൂത്താണ്. പിന്നെ അത്യാവശ്യം ലോങ് റൈഡും എല്ലാം പക്കയാണ്. പിന്നെ എനിക്ക് ഏകദേശം വന്ന കംപ്ലൈൻറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ബ്രേക്ക് ലൈറ്റ് ഇല്ലേ, ബാക്കത്തെ ബ്രേക്ക് ലൈറ്റാണ് പോയത്, അതിനെ മാറ്റിച്ച്. പിന്നെ ടയറ് തേഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാറ്റിച്ച്. പിന്നെ ബാറ്ററി മാറ്റിച്ച്, സെൻസർ മാറ്റി, അത്രയൊക്കെ മാറ്റിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ അടുത്താണ് ആ ബ്ലാക്ക് കവറ്, അതായത് അടിയത്തെ ആ ഒരു കവറ് അത് പൊട്ടിയിരുന്നു, അത് മാറ്റിച്ച്. പിന്നെ ഡിസ്ക് പാഡ് മാറ്റി. അങ്ങനെ അല്ലറ ചില്ലറ കംപ്ലൈൻറ്റ്. അതിൽ കുറേയൊക്കെ എൻ്റെ വണ്ടി കൊണ്ടെടുക്കുന്നതിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ബാറ്ററിൻ്റെയും സെൻസറിൻ്റെയും പ്രോബ്ലം എത്ര നല്ലപോലെ കൊണ്ടുനടന്നിട്ടും ആ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. കമ്പനി പോയി പറയുമ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ 1 ലിറ്ററിൻ്റെ അടിക്ക്
എണ്ണ ഇല്ലാതെ ഓടിച്ചിട്ടാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. കറക്റ്റ് എത്ര ശ്രദ്ധിച്ചിട്ടും അത് പിന്നെയും കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അവർ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ മാറ്റും, പിന്നെ അതേമാതിരി കംപ്ലൈൻറ്റ് വരും. പിന്നെ ഇവർക്ക് സർവീസിന് ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്യണേ ഇല്ല. അങ്ങനെ ഒരു മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് സുസുക്കിൻ്റെ എല്ലാ ഷോറൂമിലും അങ്ങനെയാണോ അറിയില്ല. ഞാൻ കാണിച്ചിരുന്നത് തിരൂർ മൂച്ചിക്കലുള്ള ആ ഷോറൂമിൽ. അവിടുന്ന് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ ഇതുവരെ ഓടിച്ചുള്ള പരിചയത്തിൽ വണ്ടി അടിപൊളിയാണ്. ഈ ഒരു പറഞ്ഞ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട്, അത് ഒഴിച്ചാൽ വണ്ടി നീറ്റാണ്. ലോങ് റൈഡിനും എല്ലാത്തിനും അടിപൊളിയാണ്. പിന്നെ കൂടുതൽ ലേഡീസൊക്കെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. സീറ്റിൻ്റെ കാര്യത്തിലും ഇപ്പോൾ പുതിയതായിട്ട് അവർ കൊണ്ടുവന്ന മാറ്റങ്ങളെല്ലാം